നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ജനുവരി മാസം മുതൽ പെൻഷൻ പണം കൂടുകയാണ്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപക്ക് പകരം ഇനി അങ്ങോട്ട് 2500 രൂപ വരെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം എന്നാണ് ഉണ്ടാകുക, ആർക്കെല്ലാമാണ് ഇതിൽ പെൻഷൻ പണം 2500 മാസം ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസവും നിങ്ങൾക്ക് എത്രയാണ് പെൻഷൻ ലഭിച്ചത്? 2000 രൂപ ലഭിച്ചവർ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതല്ല കേന്ദ്രവിധം ലഭിക്കാത്ത ആളുകൾ, 1700, 1600 ലഭിച്ച ആളുകൾ ആ എമൗണ്ടും ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് ഉപകാരപ്രദമാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഏതായാലും കഴിഞ്ഞ മാസം സർക്കാർ 400 രൂപ കൂട്ടി 2000 രൂപ പെൻഷൻ ലഭിച്ചു തുടങ്ങിയത്. ഇനി അങ്ങോട്ട് നമുക്കറിയാം, 3 മാസങ്ങൾക്ക് അപ്പുറം നിയമസഭ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ഒരു വർധന കൂടി ഉണ്ടാകും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപയ്ക്ക് പകരം 2500 രൂപയായിരിക്കും ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ജനുവരി അവസാനത്തോടു കൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം മുതൽ ഈ പെൻഷൻ വർധന നമുക്ക് ലഭിക്കുകയും ചെയ്യും. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പെൻഷൻ പണം കൂടുന്നതനുസരിച്ച് സർക്കാർ പെൻഷനിൽ നിന്നും മാക്സിമം ആളുകളെ ഒഴിവാക്കാനും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയറാക്കാൻ ശ്രദ്ധിക്കുക. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് പെൻഷൻ മസ്റ്ററിംഗ് ആയാലും ശരി, വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകുന്ന സത്യാമൂലം ആയാലും ശരി, വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യമായാലും ശരി, എല്ലാ കാര്യങ്ങളും സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ, അതല്ലെങ്കിൽ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ക്യാമ്പുകൾ വഴിയോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെൻറ്റർ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അത്യാവശ്യം മൊബൈൽ യൂസ് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖയായ SLC ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, പാസ്പോർട്ട് ഇതിലേതെങ്കിലും രേഖ നിങ്ങൾ കൈവശം വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് കൈവശം വെക്കണം, റേഷൻ കാർഡും കൈവശം വെക്കണം, ഒരു ഫോട്ടോയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ട രേഖകൾ വേണ്ടത്. ഈ രേഖകളെല്ലാം ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം 1000 രൂപ പെൻഷൻ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. ഈ ഒരു പെൻഷനും ജനുവരി മാസം മുതലോ അതല്ലെങ്കിൽ ഫെബ്രുവരി മാസം മുതലോ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.